Guys, നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഹേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഇവിടെ സമയം 6:15 നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ന്യൂസ പെനേഡിയയിലോട്ടാണ്. അപ്പോൾ 8:15 ഫെറി, വേറൊരു ഐലൻഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഫെറിയിലാണ് പോകുന്നത്, അതായത് ബോട്ട്, സ്പീഡ് ബോട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ നമുക്കൊരു 7:30 ആകുമ്പോഴെങ്കിലും അവിടെ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുൾ നിങ്ങൾ കാണാൻ പോകുന്നത് ന്യൂസ പെനേഡിയായിരിക്കും. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ പോകുന്നത് സനൂർ ഹാർബറിലോട്ടാണ്. അവിടെ നിന്നാണ് നമുക്ക് ഫെറി ഉള്ളത്. അങ്ങനെ 9 കിലോമീറ്റർ യാത്രയ്ക്ക് ശേഷം നമ്മൾ സനൂർ ഹാർബറിൽ എത്തിയിട്ടുണ്ട്. നടുക്ക് ഓപ്പണാണ്, സൈഡ് ഓപ്പണാണ്, നല്ലത് സൈഡാണ്. അങ്ങനെ നമ്മളവിടെ ഹാർബറിലെത്തി നേരെ നടക്കുവാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സൺറൈസ് ഒക്കെ കഴിഞ്ഞു നമ്മളവിടെ എത്തിയതിന് ശേഷം. ഈ വഴി കൂടെ പോയപ്പോൾ സത്യം പറഞ്ഞൊരു ഫോർട്ട് കൊച്ചി പോലെയൊക്കെയാണ് തോന്നിയത്. അതേപോലത്തെ ഒരു വൈബായിരുന്നു. നമ്മൾ ക്ലൂക്ക് ആപ്പ് വഴി ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അവിടെ ചെന്ന് നമുക്ക് ടിക്കറ്റും കിട്ടി, ബോർഡിംഗ് പാസും കിട്ടി. നേരെ പോകുന്നത് ഫെറിയിലോട്ട് കയറാനാണ്. നമ്മുടെ ഫെറിയുടെ ടൈം 8:30, പക്ഷെ നമ്മളവിടെ 7 മണിക്ക് എത്തിയതുകൊണ്ട് തന്നെ നമ്മൾ 7:30 ഫെറിയിലാണ് നമ്മൾ പോകുന്നത്. അവരങ്ങനെ 8:30 ബോർഡിൽ മാത്രമേ നമ്മളെ കയറ്റി വിടൂ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിവിടെ പോകാൻ പറ്റും. സ്പേസ് ഉണ്ടെങ്കിൽ, ഫെറിയിൽ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ഗില്ലി ഐലൻഡിലോട്ടോ ന്യൂസ പെനഡിയിലോട്ടോ ഏതൊരു ഐലൻഡിലോട്ടോ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ ഫെറിയിലോട്ട് കയറി കഴിഞ്ഞു. നമ്മൾ കയറിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കറക്റ്റ് സീറ്റായിരുന്നു. എനിക്കും ചേട്ടനും വേറെ വേറെ സീറ്റാണ് കിട്ടിയത്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ന്യൂസ പെനഡിയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ പറഞ്ഞത് 1 മണിക്കൂറൊക്കെ ടൈം എടുക്കും എന്നുള്ളതാണ്, പക്ഷെ നമ്മൾ പെട്ടെന്ന് എത്തി ഗൈസ്. പിന്നെ ഈ ഒരു ജെട്ടി ഭയങ്കര കുലുക്കുണ്ടായിരുന്നു. ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ജെട്ടി എന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു എനിക്ക് തല ഇറങ്ങുന്നതെന്നാണ്. അങ്ങനെ നമ്മളവിടെ ടിക്കറ്റും കൊടുത്ത് ബോർഡിംഗ് പാസും കൊടുത്തതിന് ശേഷം നേരെ പോകുന്നത് വണ്ടി റെൻറ്റിന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ സ്കൂട്ടറൊക്കെ റെൻറ്റിന് എടുത്തു. ഒരു ദിവസത്തേക്ക് 400 രൂപയാണ്. നമ്മൾ സെമിനിയാക്കിൽ ഒരു ദിവസം 500 രൂപയായിരുന്നു. അതിനെക്കാട്ടി ലാഭമുണ്ട് ന്യൂസയിൽ. പക്ഷേ ഇവിടുത്തെ വെയിൽ ഒരു രക്ഷയും ഇല്ല, അത്രയ്ക്ക് കത്തിക്കരിഞ്ഞു പോവും. പിന്നെ ഹെൽമെറ്റ് ഇല്ലാതെ ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല. ഹെൽമെറ്റ് എടുത്തപ്പോഴത്തേക്ക് തന്നെ അതിൽ നിന്ന് ഒരു ഇഷ്ടംപോലെ മൂട്ടയാണ് ഇറങ്ങി ഓടിപ്പോയത്. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ നമ്മളൊന്നും കഴിച്ചില്ലായിരുന്നു. വളരെയധികം പ്രതീക്ഷയോടെയാണ് ഞാൻ ഫുഡ് കഴിക്കാൻ കയറിയത്, കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചു ഗൈസ്. ഫുഡ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ന്യൂസ പെനഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. ഏകദേശം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേരളം പോലെ തന്നെയാണ്. ഇന്തോനേഷ്യയുടെ ഭാഗമായ ബാലിയുടെ തെക്ക് കിഴക്കൻ ഭാഗത്തുള്ളൊരു ദ്വീപാണ് ന്യൂസ പെനേഡ. ന്യൂസ പെനേഡ വളരെ കുഞ്ഞൊരു ഐലൻഡാണ്. 200 കിലോമീറ്റർ ചുറ്റളവിൽ 4500 റെസിഡൻസ് ആണ് ഇവിടെയുള്ളത്. ന്യൂസ പെനഡിയയിൽ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ബ്രോക്കൺ ബീച്ചിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹാർബറിൽ നിന്ന് 16 കിലോമീറ്ററാണ് ബ്രോക്കൺ ബീച്ചിലോട്ട് ഉള്ളത്. ഏകദേശം ഒരു 40 മിനിറ്റെങ്കിലും എടുക്കും അങ്ങോട്ട് പോകാനായിട്ട്. നമുക്ക് കൂടുതലും ഹൈ റേഞ്ച് കയറി വേണം ബ്രോക്കൺ ബീച്ചിലോട്ട് പോകാനായിട്ട്. ബീച്ച് എത്താറാകുമ്പം കുറച്ചൊന്ന് ഓഫ് റോഡാണ്. എന്തായാലും സൺഗ്ലാസ് വച്ചില്ലെങ്കിൽ കണ്ണ് ഫുൾ പൊടിയടിക്കും. അങ്ങനെ നമ്മളിതാ ബ്രോക്കൺ ബീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചാണ്. സത്യം പറഞ്ഞാൽ ഇതിനൊരു ഡെഫിനിഷനായിട്ട് പറയാനില്ല, നിങ്ങൾക്ക് കാണാൻ തന്നെ മനസ്സിലാവും. നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ നിന്നാൽ മടുക്കത്തില്ല. ആ ഒരു കാറ്റും ആ ഒരു ബീച്ചിൻ്റെ വേവ്സിൻ്റെ സൗണ്ടും ആ കളറും, നിങ്ങൾ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ന്യൂസ പെനഡിയിലെ ഈ ബ്രോക്കൺ ബീച്ച്. അങ്ങനെ നമ്മൾ ബീച്ചൊക്കെ കണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് നോക്കി നടക്കുകയാണ്. പക്ഷെ പറ്റത്തില്ല, ഫുൾ തിരക്കാണ്. കൂടുതൽ ആൾക്കാരും ഗൈഡിനെയും കൊണ്ടാണ് ഫോട്ടോ എടുക്കാൻ വന്നത്. നമ്മളവിടെ പോയി നിന്നാലും അവർ നമ്മളെ പറഞ്ഞു വിടും. ഇവിടെ ഒരിടത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലായിടത്തും ക്യൂ.
ക്യൂ എന്ന് പറഞ്ഞ് ഇങ്ങനെയും ക്യൂ ഉണ്ടോ എന്നാണ് വിചാരിക്കുന്നത്. ഫൈനലി നമ്മൾ തിരക്ക് കുറവുള്ള ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ രണ്ടുപേരുടെയും ഫോട്ടോ എടുത്തരാൻ മാത്രം ആരും ഇല്ലായിരുന്നു. അവസാനം ഞാൻ ചേട്ടൻ എനിക്കും ഫോട്ടോ മാറി മാറി എടുക്കുന്നത് കണ്ട് ഒരു അങ്കിൾ വന്ന ഫോറിൻ അങ്കിളാണ്. ആ അങ്കിൾ വന്ന് നമുക്ക് ഫോട്ടോ എടുത്തു. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അവരൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. തളർന്നു എൻ്റെ ഫേസ് നോക്ക് സണ്ടാനടിച്ച് പൊരിഞ്ഞിരിക്കുവാണ്. അവിടെ നിന്ന് തളർന്ന് അവശനായി നേരെ അവിടുത്തെ ഉള്ള ഒരു കടയിൽ കയറി കരിക്ക് കുടിച്ചു. ബാലി പോയതിന് ശേഷം ഒരുപാട് കരിക്ക് കുടിച്ചിട്ടുണ്ട് എല്ലായിടത്തുനിന്നും. കാരണം ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡായി പോവും. അങ്ങനെ അവിടെ നിന്ന് ഒരു കരിക്കൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഭയങ്കര വലിയ കരിക്കാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത് നേരെ പോകുന്നത് കെൽഗൻ ബീച്ചിലോട്ടാണ്. ബ്രോക്കൺ ബീച്ചിൽ നിന്നും ഒരു 6-7 കിലോമീറ്റർ പോകുമ്പോഴത്തേക്കും കെൽഗൻ ബീച്ച് എത്തും. ഒടുക്കത്തെ വെയിലാണ് ഇവിടെ. ഞാൻ മിക്കവാറും തിരിച്ചു പോകുമ്പോൾ വേറെ ആരെങ്കിലും പോലെയാണ്. എനിക്ക് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം. ബീച്ചിലൊന്നും പോകാൻ പ്രത്യേകിച്ച് എൻട്രി ടിക്കറ്റോ അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ബാലിയിൽ വെച്ചിട്ടായിരുന്നെങ്കിൽ എവിടെ പോകണമെങ്കിലും എൻട്രി ടിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ന്യൂസപ്പനഡിൽ ബീച്ച് കാണാൻ വേണ്ടിയിട്ട് എൻട്രി ടിക്കറ്റിൻ്റെ ആവശ്യം അങ്ങനെയൊന്നുമില്ല. പക്ഷേ എല്ലാ ബീച്ചിലും ഒടുക്കത്തെ തിരക്കാണ്. അത്രയ്ക്കും നല്ല വ്യൂ കാണാനാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുന്നത്. എനിക്ക് താഴെ ഇറങ്ങാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ തിരിച്ചെങ്ങനെ കയറുമെന്ന് വിചാരിച്ചാണ് ഞാൻ പോണോ വേണ്ടേ എന്ന് ആലോചിക്കുന്നത്. ഭയങ്കര തിരക്കാണ്. ഇറങ്ങുന്നത് കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഇവിടെയുള്ള ആൾക്കാർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. എനിക്കും ചേട്ടന് ഫോട്ടോ എടുത്തരാനൊന്നും ആരുമില്ലായിരുന്നു. അപ്പോൾ കണ്ടുകൊണ്ടിരുന്നവരെ തന്നെ വന്ന് എടുത്തായിരുന്നു. നോക്കുക, ഭയങ്കര അമേസിങ് ആയിട്ടുള്ള വ്യൂ ആണ്. നമുക്കിതാ ആ ബീച്ചിലാണ് പോകാനുള്ളത്. സോ ഗൈസ്, നമ്മളിപ്പോൾ താഴെ നിന്ന് ഇറങ്ങി എൻ്റെ ചെരുപ്പ് പൊട്ടി നല്ലപോലെ സ്ലിപ്പാവുന്നത്. ഞാൻ ഷൂസാണ് ഇട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ല, സ്ലിപ്പറാണ്, നല്ലപോലെ സ്ലിപ്പാവുന്നുണ്ട്. അതുകൊണ്ട് അവിടെ വെച്ച് നിർത്തിയിട്ട് കയറി. ഇനിതാ ഇത്രയും കൂടിയുണ്ട് കയറാൻ. ഇരിക്കണം, പറ്റൂല. എന്നെ കണ്ട് നിങ്ങൾ ആരും പേടിക്കരുത്. കയറാൻ പറ്റിയില്ല, തിരിച്ചു കയറി. ഫുള്ള് ഇറങ്ങാൻ പറ്റിയില്ല. എൻ്റെ കാലിൽ സ്ലിപ്പർ പൊട്ടി. ഭയങ്കര സ്ലിപ്പാണ്. ഷൂസ് ഉണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ഷൂസ് എടുത്തില്ല. എൻ്റെ ഫേസ് ഫുൾ ടാൻ അടിച്ചിരിക്കുവാണ്. അങ്ങനെ ബീച്ചിനോടൊക്കെ ബൈ പറയാൻ നമ്മൾ തിരിച്ച് മുകളിലോട്ട് കയറിയിരിക്കുകയാണ്. ചത്ത് ഗൈസ്, മുഖം കഴുകി സൺസ്ക്രീൻ കൂടെ ഇട്ടുള്ളൂ, അല്ലെങ്കിൽ കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കെൽഗൻ ബീച്ചല്ലേ, ബീച്ചിൻ്റെ പേരെന്തോന്ന്? കെൽഗൻ പ്രൊനൗൺസ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. കിളിങ്കിൻ ബീച്ചാണ്. നല്ല സെറ്റ് കിടിലം ബീച്ചാണ്. നമ്മളൊരു 90% വരെ എത്തി. താഴെ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റും കൂടി ഇറങ്ങി നമുക്ക് ആ ബീച്ചിൽ, കിടിലം ബീച്ചാണ്, ആ ബീച്ചിൽ നമുക്ക് ഇറങ്ങാൻ പറ്റിയത്. പക്ഷേ നമ്മൾ ഷൂസ് എല്ലാം ഇട്ടിരുന്നത് സ്ലിപ്പറായിരുന്നു. എൻ്റെ സ്ലിപ്പർ പൊട്ടി, എൻ്റെ കാലും പൊട്ടി. ഭയങ്കരമായിട്ട് സ്ലിപ്പി ആയിട്ടുള്ളതാണ്. ഇങ്ങനെ നമ്മൾ
ചറവിപ്പോവും. ആദ്യമൊക്കെ സ്റ്റെപ്പായിരുന്നു, പിന്നെ പിന്നെ കല്ല് കൊണ്ടുള്ളതായി, പിന്നെ പിന്നെ തടി കൊണ്ടുപോയി ഭയങ്കര സ്ലിപ്പാവാൻ തുടങ്ങി. പിന്നെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ച് കയറി. ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ ഷൂസൊക്കെ ഇട്ടുകൊണ്ട് കിഡിലായിട്ട് ഇറങ്ങാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് കയറി ഇരുന്ന് വെള്ളം കുടിച്ച് ഒട്ടും വയ്യായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ഫേസ് നേരത്തെ ഇട്ട ഷോട്ടിൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന റെസ്റ്റോറൻറ്റ്. ഞാൻ ഇതാ ഈ ചിക്കൻ ആൻഡ് സ്വീറ്റ് സോറാണ് ഓർഡർ ചെയ്തത്. ചേട്ടൻ ഈ നാസി ചാംപൂർ ബാലി. അവിടെ നല്ല കിട്ടുന്ന ഫുഡൊക്കെ കഴിച്ചിറങ്ങി നമ്മൾ നേരെ പോകുന്നത് ഫോറസ്റ്റ് ബീച്ചിലോട്ടാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഫോറസ്റ്റ് ബീച്ചിലോട്ടാണ്. ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ നമ്മളെ സ്കൂട്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഓഫ് റോഡ് ആയതുകൊണ്ട് സ്കൂട്ടി അവിടെ വച്ചിട്ട് നടന്നാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഇനിയൊരു നമ്മൾ നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 250 മീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് പോയിട്ട് ഫോറസ്റ്റ് ബീച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ റിയൽ വേഴ്സസ് റിയലാണ് എല്ലാ ഇതും. നമ്മൾ റീൽസിലൊക്കെ കാണുന്നത് പോസ്റ്റ് ആയാലും അല്ലാത്ത വീഡിയോസ് ആയാലും എല്ലാം ഡ്രോൺ ഉപയോഗിച്ചെടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. നേരിട്ട് കാണുമ്പം അത് വേറൊരു പിക്ചറാണ് നേരിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്കും. പക്ഷെ കൊള്ളാം, എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് ആക്റ്റീവാ പറ്റൂല ഓഫ് റോഡ്. നമ്മൾ തിരിച്ച് നടക്കുകയാണ്, കാരണം ഇപ്പോൾ തന്നെ മണി 3 ആവാൻ പോകുന്നു. നമുക്ക് 5 മണിക്കാണ് തിരിച്ചുള്ള ഫെറി ഉള്ളത്. 5 മണിക്ക് ശേഷം ഫെറിയുടെ സർവീസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു തിരിച്ചു പോവാന്ന്. പോകുന്ന വഴിക്ക് ഒരു ബീച്ചും കൂടി ഉണ്ട്, പറ്റുമെങ്കിൽ അവിടെ ഇറങ്ങും. നിങ്ങളിപ്പം ന്യൂസ പെനേഡയിൽ വരുവാണെങ്കിൽ തന്നെ ഒരു ദിവസം ന്യൂസ പെനേഡയിൽ സ്റ്റേ ചെയ്യാൻ കണക്കിന് വരണം. കാരണം ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാ സ്ഥലവും കണ്ടു തീർക്കാൻ പറ്റത്തില്ല. ഇന്ന് നമ്മൾ 2 ബീച്ചാണ് മെയിൻ ഫേമസ് ആയിട്ടുള്ള 2 ബീച്ചേ കാണാൻ പറ്റുള്ളൂ. കാരണം ടൈമില്ല, 5 മണിക്ക് ഫെറി ക്ലോസ് ചെയ്യും. അപ്പോൾ ഇനി ഇവിടെ നിന്ന് പെനേഡിയിലോട്ട് തന്നെ ഒരു മണിക്കൂറെങ്കിലും എടുക്കും നമുക്ക്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തിരിക്കുവാണ്. ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ വഴി നമ്മൾ വിചാരിച്ച് നമുക്കിനി പോകാൻ പറ്റത്തില്ല, തിരിച്ചു പോകാമെന്ന് വിചാരിച്ചപ്പം ഇവിടുത്തെ ഒരു അപ്പൂപ്പൻ പറഞ്ഞിരുന്നു ഗോ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയായിട്ട് എത്തിയത്. ഇപ്പോൾ തന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഒരു അങ്കിള് പറയുവാണ് എങ്ങോട്ടാണ് പോകുന്നത്, നേരെ പോവാൻ അയ്യോ ഗൈസ് ഇരയ്ക്കണം, നേരെ പോകാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ടൈംസ് അപ്പ്, നമ്മൾ തിരിച്ചു പോയാലേ നടക്കത്തുള്ളൂ. കാരണം ഒരു 4:30 നമുക്ക് ഹാർബറിൽ എത്തിയാലേ ഫെറി കിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇന്ന് പോകാൻ പറ്റൂല. ഭയങ്കര കുഞ്ഞൊരു ഗ്രാമമാണ് കേട്ടോ. ഹായ്, ഫോറസ്റ്റ് ബീച്ച്. ഓ, ടു ലോങ്. Small scooty, it will not go. Yeah, Here straight. turn right. Okay, bye. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെയാണ്. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ടൈംലിംഗ് ബീച്ചിലോട്ടാണ്. ഒരു കാടും മലയും എല്ലാം താണ്ടി വേണം ഈ ബീച്ചിലോട്ട് പോകാനായിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു റൈഡ് തന്നെയായിരുന്നു. നമ്മളെ സ്കൂട്ടിയിൽ പോകാൻ പറ്റില്ല, കാരണം ഇത് ഓഫ് റോഡാണ്. അതുകൊണ്ട് അവിടെ റെൻറ്റിന് സ്കൂട്ടർ ഉണ്ടായിരുന്നു, അവർ തന്നെ നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ ഞാനും ചേട്ടനും വേറെ സ്കൂട്ടറിലായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊണ്ടുവന്നവന്മാരെ സമ്മതിക്കണം. നല്ല ഇറക്കവും ഉണ്ടായിരുന്നു, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ബീച്ചാണ്. ബീച്ചല്ല, വാട്ടർഫോളാണെന്ന് തോന്നുന്നല്ലേ? വാട്ടർഫോളാണോ ബീച്ചാണോ? ആ, ബീച്ചാണ്. ബീച്ചിൽ എത്തിയിട്ട് കാണാൻ കഴിച്ചത് ഇത് കുറച്ച് ടഫാണ് സ്റ്റെപ്പ് ഇറങ്ങാനായിട്ട്. സ്റ്റെപ്പോടെ സ്റ്റെപ്പ് ആ കെൽഗൻ ബീച്ചിൽ ഇറങ്ങി കാലും തേഞ്ഞ് എല്ലാം തേഞ്ഞ്. എൻ്റെ കോലം നോക്ക് കാലിൻ്റെ. അയ്യോ,
സ്വിമ്മിംഗ് പൂള് പോലത്തെയാണ്, നാച്ചുറൽ വാട്ടറാണ്. ബ്ലൂ കളർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ. മീനും ഉണ്ടാകത്ത് താഴെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും എന്ത് ബ്ലൂ കളർ ക്ലിയർ വാട്ടറാണ്, പ്യുവർ ആയിട്ടുള്ള. എനിക്ക് സ്വിമ്മിങ് അറിയില്ല ഗൈസ്, ഇന്ന് ഞാൻ എപ്പോഴേ ചാടിയനെ. ഇനി നമുക്ക് താഴെ ബീച്ചിലോട്ട് പോവാം, വാ. സൂപ്പർ സൂപ്പർ, അത് നോക്കൂ ഗൈസ്, എന്ത് ഭംഗിയാണ് ഇതൊക്കെ കാണുമ്പോൾ. സത്യമായിട്ടുണ്ടല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും, അങ്ങനെയാണ് തോന്നുന്നത്. ആ വാട്ടറിൻ്റെ കളർ നോക്കുന്നത് പ്യുവറായിട്ടാണ്. ഒരു നമ്മളവിടുത്തെ പോലെ ഒരു പ്ലാസ്റ്റിക് ഇല്ല. എന്ത് ഭയങ്കരമായിട്ട് നാച്ചുറലാണ്. നമുക്ക് അവിടെ പോയി ഇരിക്കാം കുറച്ച് നേരം, കാല് നനച്ചിട്ട് വരാം, ബാ. നമ്മൾ ഇന്നും അൺഫോർച്ചുനേറ്റ്ലി ഷോർട്സ് എടുത്തിട്ടില്ല. എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എടുത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മറന്നിട്ട് വരും നമുക്ക്. അതുകൊണ്ട് തൽക്കാലം അവിടെ ചെന്ന് കാലൊന്ന് നനയ്ക്കാം. നമുക്ക് എന്ത് വൈറ്റ് കല്ല്, എന്തോന്ന് കല്ലിത്. അങ്ങനെ ന്യൂസ പെനഡയിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ടൈംലിംഗ് ബീച്ച്. ഇതുവരെ ട്രാവൽ ചെയ്തതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്ലേസാണ് കേട്ടോ ഇത്. ഫൈനലി നമ്മൾ തിരിച്ചതാ ഹാർബറിലെത്തി. നമ്മളെ സ്കൂട്ടറൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് റെൻറ്റിനെടുത്തത്. അങ്ങനെ കറക്റ്റ് ടൈമിൽ നമ്മൾ ഹാർബറിലെത്തി. ഫെറി കയറാനായിട്ടാണ് പോകുന്നത്. നല്ല കിഡിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് കണ്ട് നമ്മളിത് ബാലിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ തീർച്ചയായിട്ടും ബാലിയിൽ വരണം. എന്നിട്ട് ന്യൂസ പെനഡയിൽ ഇപ്പോൾ ഒരു 2 ദിവസമെങ്കിലും സ്റ്റേ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. തിരിച്ചു വന്നപ്പോൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു കഫേയിൽ കയറി 2 ക്യാപ്പിച്ചീനോയും ഒരു ക്രോയിസനും വാങ്ങി കഴിച്ചു. അങ്ങനെ നമ്മളൊരു 8 മണി ആയപ്പോഴത്തേക്കും നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, ഞാനത് കാണിക്കുന്നില്ല കാരണം അത് ഭയങ്കര ലാഗായിപ്പോവും. ഞാനത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് റൂമിലെത്തി. സോ ഗൈസ്, ഞാൻ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.